മറുനാടൻ ഷാജനിക്ക് അടി കിട്ടിയ കേസിൽ പ്രതികളെ കണ്ടെത്തിയെന്നും അതിനോടനുബന്ധിച്ചിട്ട് അവരെ ജെട്ടിപ്പുറത്ത് നിർത്തിയെന്നും പറഞ്ഞിട്ട് ഒരു മഹത് വ്യക്തി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. ഫീലിംഗ് പുച്ഛം എന്നല്ലാതൊന്നുമില്ല. സത്യത്തിൽ നല്ല രീതിയിൽ സഭയ്ക്കകത്ത് നടക്കുന്ന തെറ്റുകുറ്റങ്ങളെ പറ്റി നന്നായി വാർത്ത ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ കൊടുത്ത വാർത്തയുടെയൊക്കെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു വാർത്തയെന്ന് ഞാൻ പറയും. ITOI അങ്ങനെ എന്തോ ആണ് ആ ചാനലിൻ്റെ പേര്. അപ്പം അതിനകത്തുള്ള ആ ഒരു സംഗതി ഞാനിവിടെ ഒന്ന് വെക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. നടത്തിയിട്ട് ഇൻസ്റ്റയിൽ വലിയ പോസ്റ്റും ഇട്ട് കളിച്ച ആ നാറികളെ പോലീസ് തൂക്കിയെടുത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി കീഴോട്ട് കുനിഞ്ഞ് ഇവന്മാർ നിൽക്കുന്നത് കാണുക. ഇതിനകത്ത് പറയുന്നത് കണക്ക് ഷാജനെ തല്ലിയവരാണ് ഈ നിൽക്കുന്നവര്. ഇവര് അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഷാജൻ ചെയ്യുന്നതിന്റെ മറ്റൊരു വേർഷനാണ് ഈ പുള്ളിയും ചെയ്യുന്നതെന്നല്ലേ അതിന്റെ അർത്ഥം. പുള്ളി ഇട്ടിരിക്കുന്ന ക്യാപ്ഷനും തന്നെ ജെട്ടി പുറത്ത് നിർത്തി എന്നുള്ളതാണ്. ബാംഗ്ലൂരിലേക്ക് പോയ ഇവരെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു, ട്രേസ് ചെയ്തു, പിടിച്ചു എന്ന് പറയുന്നു. അഫ്കോഴ്സ് ഇങ്ങനെ ഒരു സംഭവം ഒരു പൊതു സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും 1-2 മൊബൈലും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണുള്ളത്. എന്തായാലും വീഡിയോ എടുക്കും, തീർച്ചയായിട്ടും ഇവർ പിടിപെടുമെന്നുണ്ട്. ഇനി അവർ പിടിപെടേണ്ടത് അല്ലെങ്കിൽ അവരത് അറിയരുത് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇടുമോ? അവരിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു തന്നത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ശരിയാണ്, അതിനകത്തിരിക്കുമ്പോൾ മുഖത്ത് 2 പറ്റിക്കാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവനെ ബാലിച്ചിട്ട് ചവിട്ടുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ ഫേക്ക് ന്യൂസ് കൊടുക്കുന്നവർക്ക് അടി തന്നെയാണ് പറ്റിക്കേണ്ടത്. നമ്മുടെ നിയമവ്യവസ്ഥ ഇപ്പോൾ വളരെ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ക്രൈം ലിസ്റ്റിലേക്ക്, കൃത്യമായ ലിസ്റ്റിലേക്ക് ഇവരെ പേര് ചേർക്കത്തില്ല. പകരം നമുക്ക് വേണ്ടി ഒരു ഡീഫമേറ്ററി കേസ് മാത്രമേ എടുക്കുകയുള്ളൂ. അതൊരിക്കലും ഒരു ശരിയായ നടപടിയല്ല. ഇത്തരം ക്രൈമുകൾക്ക് അഗൻസ്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നടപടികൾ എടുക്കണം. കാരണം ഷാജൻ കാരണം മരണപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. 1-2 പേരൊന്നുമല്ല, ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ ഫേക്കായ ന്യൂസ് കൊടുക്കുന്നതിന്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ജെന്യൂനായി ഇപ്പോൾ എല്ലാവരും അത് ഓക്കെ എന്ന് പറയുന്നു. എന്തെങ്കിലും പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്നൊരു ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ചില മനുഷ്യർക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവരെ പറ്റി മോശപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അത് ഉൾക്കൊള്ളാം. അവരങ്ങനെ ചെയ്തിട്ടില്ല, ചിലത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യും? സൂയിസൈഡ് കൊണ്ടായിരിക്കും പ്രതികാരം വീട്ടുക. ഇപ്പോൾ കൊല്ലങ്ങൾക്ക് മുൻപ്, അതായത് 2019 ഓൺവേർഡ്സ് ഞാൻ ഒരു 20 ഡേയ്സ് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു പോയിരുന്നു. അവിടെ നിന്നാണ് റിഫോം ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിരുന്നത്. ഈ ഫേക്ക് അലിഗേഷൻസ് എന്ന് പറയുന്നത് നിസ്സാര വേദനയല്ല നമുക്ക് തരികയുണ്ടാവുക. ഇത്തരക്കാരെ തീർച്ചയായിട്ടും മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിന് ഡിഫമേറ്ററി എന്ന് പറയുന്ന സംഗതിയേ ഉള്ളൂ. ഈ പറയുന്ന സാധനം ഫേക്ക് ആണെങ്കിൽ, നുണയാണെങ്കിൽ ആ നുണ പ്രചരണങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് കമ്പൾസറി ആക്ഷൻ എടുക്കണം. നുണ പറയുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും കൃത്യമായി കണ്ടെത്തി അവരെ ശരിക്ക് പണിഷ് ചെയ്താൽ മാത്രമേ ഇത്തരം വൃത്തികേടുകളിലൂടെ സ്റ്റോപ്പ് ആവുകയുള്ളൂ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറല്ലെങ്കിൽ ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾ അങ്ങ് നിയമം കയ്യിലെടുക്കും എന്നുള്ളതാണ്. എനിക്ക് ഇക്ഷ പിടിച്ച ഒരു കാര്യമാണ് ഷാജന് കിട്ടി 2 കിട്ടുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നുണ മാത്രമേ ഇയാൾ പറയുള്ളൂ. പിന്നെ ഒരേ സാധനം തന്നെ 2 വീഡിയോ ആയിട്ട് ചെയ്യും. ഇയാളുടെ ചാനലിൽ വന്ന ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം. തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് വ്യക്തമാക്കി മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ. താൻ നൽകുന്ന വാർത്തകൾ നിയമപരിരക്ഷയ്ക്കുള്ളിൽ നിന്നുമാണ്. തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികപരമായി നേരിടാൻ ശ്രമിക്കാനുണ്ടായതെന്ന് അദ്ദേഹം മാധ്യമം. അതെ, അത് സത്യമാണ്. നിന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്ത ഒരു അവസരം ഉള്ളത് കൊണ്ടാണ് കായികപരമായിട്ട് നേരിടുന്നത്. ഇത് പോലീസ് ചെയ്യേണ്ട ജോലിയാണ്. പോലീസ് ഇത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത് കായികപരമായിട്ട് നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഇടി കൊടുത്ത ആള് ഒരാളുടെ മാത്രം പ്രതിനിധിയല്ല, ഒത്തിരി പേരുടെ പ്രതിനിധിയാണ്. നിരന്തരമായ ഫേക്ക് അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇത് വേണ്ടേ. പിന്നെ സുഖിക്കുന്നവരുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ ITOI അങ്ങനെ ഒരു ചാനലുണ്ടല്ലോ, അയാൾക്കത് സുഖിക്കും. കാരണം അയാൾ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് ആയിരിക്കും പറയുന്നത്. ഈ ഷാജനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് ജീവിതത്തിൽ ഈ ഒരു തൊഴിൽ ചെയ്തു വരുന്ന ആളാണ്. ഒരുപാട് 10ാം ക്ലാസ് കഴിഞ്ഞ് 1 വർഷം പഠനം നടത്തി കൂലിപ്പണിയെടുത്ത് ജീവിതം ആരംഭിച്ച ആളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ആ പ്രതിസന്ധികളിൽ ഒന്നും ഇന്ന് വരെ തളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇതേ 10ാം ക്ലാസ്സും കുസ്തിയുമായിട്ട് ഇവിടെ വേറൊരുത്തി നടപ്പുണ്ട്. സെയിം തിങ് തന്നെയാണ്. ഈ 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ ഇവറ്റകളാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. പിന്നീട് പഠിച്ചില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ ക്വാളിഫിക്കേഷൻ അവൻ തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇത് കാണിക്കാൻ ഒക്കത്തില്ല കേട്ടോ ദയവ് ചെയ്ത്. കാരണം ഇവൻ്റെതാണ്, ഇവൻ റിപ്പോർട്ട് തരും. അതുകൊണ്ടാണ് ഞാനിത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത്. എന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് കള്ളം പറയാനും നുണ പറയാനാണല്ലോ സാജ. പ്രതികരണം എങ്ങനെ വേണം തീരുമാനിക്കുന്നത് അവരുടെ സമീപനം. ഞാൻ അതിനോട് വളരെ ജനാധിപത്യ നിലപാട് എടുത്തിട്ടുള്ളൂ. ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്ത് ഫാസിസം? ഇവിടെ എന്താ ഫാസിസം നടക്കുന്നേ? ജനാധിപത്യ രാജ്യമല്ലയോ?
ഫാസിസ്റ്റ് സർക്കാരുണ്ട് സെൻട്രലിൽ. ഇവിടെ എന്ത് ഫാസിസം നടക്കുന്നു? അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയത് ഞാനാണ്. അന്നും ചില കേസുകളുണ്ടായിരുന്നു. പക്ഷെ ആ കേസുകളൊക്കെ വ്യക്തിപരമായി ആളുകൾ കൊടുക്കുന്നതായിരുന്നു, സർക്കാർ സംഘടിതമായിട്ടായിരുന്നില്ല. അപ്പം അന്ന് പക്ഷെ അവർക്ക് കൊടുക്കാൻ വകുപ്പ്. അന്നും ചില കേസുകൾ എനിക്കുണ്ടായിരുന്നു, അത് വ്യക്തിപരമായ കേസുകളായിരുന്നു. അപ്പൊ മനസ്സിലായില്ലേ, വ്യക്തിഗത ആക്രമണമാണ് അയൽപുള്ളി നടത്തിക്കൊണ്ടിരുന്നത്. വ്യക്തികൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കണോ, വ്യക്തിഗത ആക്രമണമല്ലേ ഇയാൾ നടത്തിയിട്ടുള്ളത്. കേസുകളുണ്ടെന്ന് അഭിമാനപൂർവ്വം പറയാ. IT ആക്ടിന്റെ ഒരു 66A എന്ന് പറയുന്ന വകുപ്പുണ്ട്, ആർക്കെതിരെ കേസ് കൊടുക്കാൻ. ഇന്ന് അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല. പക്ഷെ ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഏതാണ്ട് കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിൽ 127 കേസുകൾ എനിക്കെതിരെയുണ്ട്. ഈ കേസ് 2 വർഷത്തിൽ 127 കേസ് ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് അയാൾ തന്നെ പറയുന്നതാണേ. മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ്. സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട്. സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. ആരുടെ? ലുലുവിന്റെ കാര്യമാണ് പറയുന്നത്. പൃഥ്വിരാജ് സർക്കാർ ഏറ്റെടുത്ത കേസാ. എന്ത് നുണയടയും, നുണയെ പറയുമ്പോൾ നുണ പറയാനാണ് വാ ഉറക്കണേന്ന് തോന്നുന്നു. 5 ഹൈക്കോടതികളിൽ ഇരിക്കുന്ന കേസുണ്ട്. ഡൽഹിയിലുണ്ട്, കർണാടകയിലുണ്ട്, മുംബൈയിലുണ്ട്, ലക്നൌവിലുണ്ട്, കേരള ഹൈക്കോടതിയിലുണ്ട്. അപ്പം ഏകദേശം പിടികിട്ടിയില്ലേ? I2I ന്യൂസുകാരാ പിടികിട്ടിയില്ലേ? 127 കേസ് ഒരു വ്യക്തിക്കെതിരെ, ഒരു സ്ഥാപനത്തിനെതിരെ വരുന്നുണ്ടെങ്കിൽ അതിൽ സത്യമില്ലാതിരിക്കുമോ? 1-2 കേസൊക്കെ ഓക്കെ. ഈ കേസൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. നമ്മൾ ഒരു ഹിയറിംഗ് 2 ഹിയറിംഗ് തന്നെ റെഫർ ചെയ്ത് ദൂരെ കളയും കോടതി. തെറ്റാണെങ്കിൽ മാക്സിമം പോയൊരു 3 സിറ്റിങ്ങിൽ തന്നെ എടുത്ത് കളയും കോടതി. അങ്ങനെയല്ല, പുള്ളിയുടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എതിർവാദം കൊണ്ട് പുള്ളി നടക്കുകയാണ്. സത്യാവസ്ഥയാണ് എങ്കിൽ, സത്യാവസ്ഥ ഉണ്ട് എങ്കിൽ വെരി നെക്സ്റ്റ് മൊമെന്റ് സത്യമാണല്ലോ. ഇപ്പം എനിക്കെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു, ഇപ്പം എനിക്കെതിരെ കോടതി ഒരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു വാർത്ത ചെയ്താൽ 100% അത് അവർക്ക് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരത്തില്ല, അതവിടെ കിടക്കും. അങ്ങനെയുള്ള എത്ര വാർത്ത ഇയാളുടെ കയ്യിലുണ്ട്? എത്ര വാർത്ത ഇയാൾ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇവനൊരു കള്ളനാണെന്നേ. മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഒരു അപമാനമാണ് ഈ നാറി. ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകുന്നില്ല, പക്ഷെ അതാണ് സ്ഥിതി. അപ്പൊ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു. അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാണ്. കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനത്തിലെത്തുന്നു, ഒരു കാരണവശാലും ഇയാളെ ജയിലിലടച്ച്, നിയമപരമായി ജയിലിലടച്ച് സാധ്യമല്ല. വളഞ്ഞ വഴിയിലൂടെ ജയിലടയ്ക്കാൻ ശ്രമിച്ചറിയാം. എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോലും സമ്മതിക്കാൻ കൊണ്ടുപോയി, അതും പരാജയപ്പെടുന്നു. നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുമെന്ന് കണ്ടപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക, തീർക്കാനുള്ളതാണ്. ഇതിനേക്കാൾ വൾഗറായിട്ട് ഇവിടെ മലൻ TV അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഫേക്ക് ന്യൂസുകളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെ ആക്രമിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇയാൾ ആക്രമിക്കുന്നത്? ഇയാളുടെ കയ്യിൽ അത്രത്തോളം കുരുത്തക്കേടുണ്ട്. പല മനുഷ്യരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വൃത്തികേടാണ് ഇവൻ ചെയ്തുകൊണ്ട് വരുന്നത്. എത്ര പേരായി? ഇതിപ്പോൾ 1-2 പേരൊന്നുമില്ല, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവനെ കൊണ്ട് ശല്യം സഹിക്കാൻ. ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓർത്തൊക്കെ ന്യൂജൻ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല ഈ നാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ കേട്ട് ആളുകൾ മരവിച്ചിപ്പോൾ ആരും അത്ര മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് കൊള്ളാം. അല്ലാച്ചാൽ ഇവൻ എടുക്കുന്ന ഓരോ സബ്ജക്റ്റിനും ഓരോ പ്രാവശ്യവും ആളുകൾ സൂയിസൈഡിന്റെ വക്കിലെത്തും. ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഇവ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? പണം കൊടുത്ത ഇവ അടങ്ങിയിരിക്കും. നമ്മൾ ഈ പത്തനംതിട്ടയിലെ ഈ ഓർഫനേജിനെ പറ്റി വീഡിയോ ചെയ്തു. ഇവൻ മാത്രം അനങ്ങിയിട്ടില്ല. സാധാരണയാണെങ്കിൽ ഇവൻ അങ്ങനെ ഒരു ഇതൊന്നും, ഇവനെ യൂട്യൂബർ എന്നാ പറയണേ, അല്ല ഒരു ചാനലായിട്ട് പോലും അവർ കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഓടി അവിടെ എത്തി ഇല്ലാ വചനവും പൊല്ലാ വചനവും പറയുന്ന ഇവൻ പെട്ടെന്നെന്താ മൗനമായേ? പണം വാങ്ങിയിട്ട് തന്നെയാണെന്ന് വ്യക്തമല്ലേ? ഇവന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്ത ഒരു തട്ടിപ്പുകാരിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് കൃത്യമാണ്. ഇവൻ പഠിപ്പിച്ച് കുറെ തട്ടിപ്പുകാരികളെ റോഡിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്, തട്ടിപ്പുകാരന്മാരെയും. ഇവന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഇറങ്ങി നിന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്ക്. ശീതൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നാണ്. അവൾ പ്രചരിപ്പിക്കുന്ന സാധനം എന്താണ് അതിൽ നിന്ന് വ്യക്തമല്ലേ? ഇവന്റെ കൂടെ ഉള്ളവർക്കും ഈ ടാലന്റ് തന്നെ കിട്ടും. കാരണം അവൻ ചെയ്യുന്നത് കണ്ട് അവനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ വീണ്ടും ഇറങ്ങും. ഇട്ടി കിട്ടുമെന്നാകുമ്പോൾ അങ്ങ് നിർത്തിക്കോളൂന്നേ. പബ്ലിക്കിന് 2 ഇട്ടി കിട്ടുമെന്നാകുമ്പം ഈ പോക്കൃത്തരം പറച്ചിൽ നിർത്തും. നമ്മളൊരു വാർത്ത കണ്ടു, ആ വാർത്തയുടെ വ്യക്തതയോട് കൂടി അത് അവതരിപ്പിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടും. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, അതിനകത്ത് ഒരു തിരക്കമില്ല. പക്ഷെ ഇത് ഫേക്ക് കാര്യങ്ങൾ പറയാതിരിക്കുക. എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നത്? അതുകൊണ്ട് എന്താണ് ലാഭം? നിങ്ങൾക്ക് ഒരാളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂ, അതിൽ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ അത് ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കും. അഭിമാനബോധമുള്ളവർ കൊണ്ടുപോയി കേസ് കൊടുക്കും. പക്ഷെ കേസ് ഇങ്ങനെ നീണ്ടു പോകും. പൃഥ്വിരാജൊന്നും വിടാൻ സാധ്യതയില്ല. കാരണം അവരുടെ റെപ്യൂട്ടേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അപ്പോൾ അവർക്ക് ഡിഫോം ഉണ്ടായെന്ന് പറയുമ്പോൾ അവർ നിസ്സാര ഭാഗങ്ങളിൽ 10 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ 1 കോടി രൂപ സെറ്റിൽ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവൻ നുണ പറയുകയാണ്. അപ്പം നിയമം ഇവനെ വെറുതെ വിടുമ്പോൾ പൊതുസമൂഹം ഇവനെ കൈകാര്യം ചെയ്യുന്നുള്ളതിന്റെ തെളിവാണിത്. അവനങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സത്യത്തെ അർഹിക്കുന്ന തല്ല് തന്നെയാണ്. അവൻ ഇനിയും അടി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇത് ഇന്നോ ഇന്നലെയോ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കുറെ കാലമായി 2 തരത്തിലുള്ള ആളുകൾ, ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ സൈബർ സഖാക്കൾ,
അത് CPM എന്ന് ഞാൻ പറയുന്നില്ല. CPM-ന്റെ നമ്മുടെ എന്താണ് അവര് കമ്മികൾ എന്ന് വിളിക്കുന്നത്, അവര് പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ എന്ന് വിളിക്കും. ഈ രണ്ടു കൂട്ടരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ബാക്കി എല്ലാവർക്കും CPM. നിന്നെ ഒരു പട്ടിച്ചാത്തിനും ഭയമില്ലടാ. കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടുകേ, സുഡാപ്പികളെന്ന മുസ്ലിംസ് ഭയപ്പെടുകയെ. നിന്നെ ഏത് പട്ടിച്ചാത്തനടാ ഭയപ്പെടുന്നത്? അതിന് മാത്രം എന്താടാ നിനക്കുള്ളത്? എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിന്നെ ഭയപ്പെടുന്നില്ല. പോക്കൃത്തരം പറയുന്നതിനുള്ള ദേഷ്യം കൊണ്ടാണ്. നീ ഈ കൺസേൺ ചെയ്ത രണ്ട് കൂട്ടരും തീവ്രമായി രാജ്യത്തിന് വേണ്ടിയിട്ടായാലും ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടായാലും ഇറങ്ങി നിൽക്കുന്നവരാ, ജീവൻ കൊടുത്തു നിൽക്കുന്ന മനുഷ്യരാ. രക്തസാക്ഷികളുള്ളത് ഈ ഒരു പാർട്ടിക്ക് തന്നെയാണ്. അതേപോലെ മുസ്ലിംസ് നമ്മുടെ പ്രശ്നത്തിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയുന്ന മനുഷ്യരാണ്. ആ രണ്ട് വ്യക്തിത്വങ്ങളും അതിനെയാണ് നീ അളക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് കുഴപ്പം. നീ ക്വാളിറ്റി ഉള്ള ആൾക്കാരോടാണ് അടി കൂടുന്നത്. ആ ക്വാളിറ്റി ഉള്ളവരാണ് നിനക്ക് തിരിച്ച് മറുപടി തരുന്നത്. ഭയന്ന് തൂറി മാറി നിൽക്കുന്നവരല്ല. അടി നിനക്ക് കിട്ടിയെങ്കിൽ കണക്കായി പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. അവർ നിനക്ക് അടി തന്നെങ്കിൽ കുറഞ്ഞു പോയെന്നേ എനിക്കുള്ളൂ. അത്രയും കുറച്ച് അടിയല്ല, അടിച്ച് പൊട്ടിക്കണവനെ. കോൺഗ്രസിനും BJP-ക്കും ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ശത്രുതയില്ല. സ്വാഭാവികം കോൺഗ്രസിനും BJP-ക്കും ശത്രുത ഉണ്ടാകത്തില്ല. കാരണം അവർ ട്വിൻസ് അല്ലേ, ഇരട്ട പെറ്റവരല്ലേ. അവർക്ക് എങ്ങനെ ശത്രുത ഉണ്ടാവുക? നീ അവർക്ക് വേണ്ടിയിട്ടല്ലേ വായ്ത്താളം പറയുന്നേ? അവന്മാർക്ക് ഇത് കണക്കാണല്ലോ. അവന്മാർ ചെയ്ത കാര്യം നീ വിളിച്ചു പറയണം, അവരത് അംഗീകരിക്കുന്നത്. മറ്റവരങ്ങനെയല്ല, അവരറിയാത്ത കാര്യം ചെയ്യാത്ത കാര്യം ഫാസിസം എന്നൊക്കെ പറഞ്ഞ് അവരെ പറയണത് നീ. അവർ ഏറ്റവും ജനകീയമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിനാണ് നീ ഇത്രയും വൃത്തികേട് പറയണത്. ഇവർ മൂലം ഇവിടെ നവോത്ഥാനം വന്നിട്ടുള്ള മുസ്ലിംസ് മൂലം തന്നെയല്ലേ ഇവിടെയുള്ള മിക്കവാറും നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അയിത്തവും തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ എടുത്ത് കളയാൻ അവരല്ലേ മുൻപോട്ട് വന്നത്. ഈ ഖിലാഫത്ത് സമരത്തിന് ശേഷം അവരുടെ സപ്പോർട്ടോട് കൂടിയല്ലേ നിങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യം വരെ കിട്ടിയത്. അല്ലെങ്കിൽ ഇത്രയും 100 വർഷം നിങ്ങൾ കിടന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. അവരെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾ പുരോഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി മറ്റവരുടെ കാര്യം പറയണോ? എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ വന്നു. പാട്ടക്കരാറും മാങ്ങയും തേങ്ങയും ഒക്കെ ആയിട്ട് അടിമത്ത വ്യവസ്ഥ, അടിമത്ത സമ്പ്രദായം നിന്ന കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് നിന്നില്ലെങ്കിൽ ഇന്നിവിടെ നടക്കുമായിരുന്നോ? ഇത് ഈ രീതിയിൽ രണ്ട് രീതിയിൽ രണ്ടുപേരെയും വെച്ചു, ഈ രണ്ട് കാറ്റഗറിയും വെച്ച് നോക്കിയാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നവോത്ഥാനങ്ങൾക്കും കൈകൊടുത്ത മനുഷ്യരാണ് അവര്. അവര് വെറുതെ വിടുവോ? അവരുടെ അനന്തരാവകാശികൾ അവരെ പോലെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് ശക്തമായി എതിർക്കും. അതുകൊണ്ട് നിനക്ക് കുറഞ്ഞ മറ്റൊരു കൊള്ളാം ഇവര് കൊള്ളാം. ഇവന്റെ വർത്തമാനം കേട്ടു നോക്കുക. അവരെ സപ്പോർട്ട് ചെയ്യടാ. അവരെ വർത്തമാനമാണ് നീ പറയണത്. അവർക്ക് വേണ്ടിയിട്ടാണ് നീ വായിട്ടടിക്കണത്. ഇവനെ എവിടെ കണ്ടാലും ഞങ്ങൾ തല്ലും, നിങ്ങൾ തല്ലിക്കോളും, ബാക്കി പാർട്ടി നോക്കിക്കോളും എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. എനിക്കിത് മുമ്പ് അറിയാം. ഇതിനു മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. മാത്രമല്ല എന്റെ വണ്ടി ഒന്നിൽ ഇടിച്ചാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിർത്താറില്ല. ഞാൻ അത്യാവശ്യം കരുത്തുള്ള വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ പോവാറ് സിറ്റോട് പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു. ഈ മകരക്കോടം പള്ളിയിലായിരുന്നു കല്യാണം. ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറെ പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു. ആ കല്യാണത്തിന് 1.5 കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട്. അവിടേക്ക് പോകുന്നു. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്നത്. കാർ ഓടിക്കുന്നത് എനിക്ക് സത്യ ഒരു പോളിസി, എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി ടിപ്പ്, വണ്ടി ഇടിച്ചാൽ നിർത്തരുത്, അതിന്റെ ബാക്കി പോട്ടെ, വണ്ടിയല്ലേ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഞാൻ ആ ഒരു കല്യാണ വണ്ടിയാണല്ലോ എന്നോർത്ത് ജാഗ്രത കുറവ് കാണിച്ചു. ഞാൻ വണ്ടി നിർത്തുമെന്ന് കരുതി അവരൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല. ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ടപ്പോഴത്തേക്കും അവർ ചുറ്റിനും വന്ന് ഇറങ്ങണം എന്ന് തെറി വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ വണ്ടിയെ വന്നിടിച്ചിട്ട് ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇറങ്ങണം നിന്നെ കാണിക്കാൻ പറഞ്ഞ് തെറി വിളിക്കാൻ പറയും. തെറി വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്ക് ഉമ്മാര് ഈ പറയുന്ന ഇപ്പൊ പേര് വെളിയിൽ വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഒരു മാത്യൂസ് കൊല്ലപ്പള്ളിയിലുണ്ട്. അയാളായിരുന്നു നേതൃത്വം കൊടുത്തത്. അയാൾ വന്നിട്ട് എന്റെ വണ്ടി താക്കോലെടുക്കാൻ ശ്രമിച്ചു. താക്കോൽ ഇല്ലാത്തത് കൊണ്ട്, മറ്റേ ഇതായില്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് എന്നെ ഇടിച്ചു. അപ്പൊ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മുഖത്തേക്ക് ഇടിച്ചു, ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി. അപ്പൊ എനിക്ക് നെഞ്ചിൽ ഇവിടെ പോലെ ഇനി ഇടിക്കാൻ പോകുന്നത് ചെവി അടക്കമാണ് പൊട്ടിക്കേണ്ടത്. ചെവി അടക്കം പൊട്ടിക്കണം. കേൾവി ശക്തി ഇല്ലാതാക്കി അങ്ങ് വിട്ടുകൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ പ്ലേ ചെയ്തത് I2 ആ ന്യൂസുകാരൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇതിന്റെ പിന്നിലെ ഉത്സിത ശക്തി ആരെന്ന് കണ്ടെത്തണം എന്നൊക്കെ ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നില്ലേ? ഹലോ, അവൻ തന്നെ പറയുന്നുണ്ട് മാത്യു ആണെന്ന്. മാത്യുവിന്റെ ഭാര്യ മരിച്ചതിനെ തുടർന്നുണ്ടായ മോശപ്പെട്ട രീതിയിലുള്ള വാർത്ത സംപ്രേഷണം ചെയ്തതിന് അവൻ വിരുന്ന് കൊടുത്തിട്ടുണ്ട്. അയാൾ എഴുതി വെച്ചിട്ടുണ്ട് ആനപ്പകയാണെന്ന്. അയാളുടെ സുഹൃത്തുക്കളായിരുന്നു അയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ആ കമ്മ്യൂണിറ്റി അവഹേളിക്കാനാണ് താൻ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ തനിക്ക് നല്ല കേൾക്കും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ. ഈ വിഷയത്തിൽ താൻ അയാൾക്ക് വക്കാലത്ത് പറയണ താനും ആ കാറ്റഗറി ആയതുകൊണ്ടായിരിക്കാം. സഭയ്ക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയണതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. താൻ നല്ല ഒരു യൂട്യൂബർ ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഇമാതിരി ഇവറ്റകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നാണമില്ലടോ തനിക്ക്. ഒരു അല്പം ബോധം. ഇവന് ഏതെങ്കിലും ഒരു വാർത്ത ജനുവിനായി കൊടുത്തത് തനിക്കറിയാമോ? ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആരും എന്നെ ഇത് ചെയ്യുന്നില്ല എന്നും കരഞ്ഞു മോങ്ങി ഇരുന്നുകൊണ്ട് എന്ന് പറയേണ്ട ഗതികേട് എന്തുകൊണ്ടാണ്? നമ്മൾ വാർത്താ മീഡിയ നടത്തുമ്പോൾ 10 പേര് നമ്മളെ കണ്ടാൽ പരിചയപ്പെടുന്നത് മനസ്സിലാക്കുന്നത് എന്തിനായിരിക്കണം? നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വാർത്തകൾ നാട്ടുകളിൽ എത്തിക്കുന്നു, ഭയമില്ലാതെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ നല്ലൊരു അക്സെപ്റ്റൻസ് ആണ്, നല്ല കാര്യവുമാണ്.
അതേസമയം അവരെ പറ്റി മോശം മാത്രം പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ബ്ലൂ ഫിലിം ചാനൽ നടത്തുന്ന വൃത്തികെട്ടവനാണ് ഷാജൻ. അവനെ പിന്നെ അടിക്കാതെ എന്ത് ചെയ്യണമെന്നാണ്, പിടിച്ച് മടി വെക്കണമെന്നാണ്. താനിക്കൊക്കെ എന്നാടോ നേരം വെളുക്കുന്നേ? താനും അത് തന്നെയല്ലേ ജട്ടിപ്പുറത്ത് നിർത്തിയെന്ന്. പിന്നെ ജട്ടിപ്പുറമാണ് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലേ. ഇവന് ഫേക്കിന്റെ ആളാണെന്നുള്ളത് ഇവന്റെ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമല്ലേ. അവൻ ജട്ടിപ്പുറത്ത് നിർത്തിയിരിക്കുന്നു ഷാജന്റെ ആൾക്കാർ. പിന്നെ ഷാജന്റെ ആൾക്കാർ ജട്ടിപ്പുറത്ത് നിർത്തി, ഷാജനെ അടിച്ചവരെ ജട്ടിപ്പുറത്ത് നിർത്തി. ഷാജൻ ആരാ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ലയോ? അവനെ തല്ലി ഉടനെ ജട്ടിപ്പുറത്ത് നിർത്തി. അവൻ സാധാരണ ഒരു യൂട്യൂബർ മാത്രമാണ്, അത്രയേ ഉള്ളൂ. അവനൊരു ചാനൽ നടത്തിയിട്ട് പോലും അവനെ യൂട്യൂബർ എന്ന് നാട്ടുകാർ വിളിക്കുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ അവന്റെ ചാനലിന്റെ ക്വാളിറ്റി. ഒരു ഡീസൻ്റ് ആയ കാര്യം, ജെന്യുവിനായ കാര്യം അവൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചാൽ അവൻ വരാറില്ല. അവൻ പറയാം അത് നമ്മൾ അറിയേണ്ടെന്ന്. പോലീസ് ഇടപെട്ടു, ചൈൽഡ് ലൈൻ ഇടപെട്ടു, ആ സ്ഥാപനം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത ഇവന് എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല, അവൻ്റെ മറ്റിടത്ത് അങ്ങോട്ട് കയറാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അവനേക്കുള്ളത്. അവനെ തല്ലി തീർക്കുക തന്നെയാണ് വേണ്ടത്. ഇത്തരക്കാരെ നടു റോട്ടിലിട്ട് തല്ലിയാണ് തീർക്കേണ്ടത്, അല്ലാതെ എന്താ ചെയ്യുക? എന്താണ് പിന്നെ ചെയ്യേണ്ടത്? എത്ര ദിവസം ഇത് കേൾക്കും? ഒരു വ്യക്തിയെ പറ്റി ഒരു കാര്യവും മനസ്സിലാക്കാതെ അങ്ങ് മോശം പറയും. ഇപ്പൊ ലുലുവിന്റെ ഓണർ പറഞ്ഞു യൂസുഫ് അലി 2 കല്യാണം കഴിച്ചത്. ഇവനെങ്ങനെ അറിയാൻ പറ്റും? അത് എത്ര വലിയ ക്രൈമാണ്, അത് ആ മനുഷ്യർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ തന്നെ പൃഥ്വിരാജിനെ പറഞ്ഞു, അവനത് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. അതിനെ ഈ പോക്കൃത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കണം. നിനക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നീ പോക്കൃത്തരല്ലേ പറയണത്? ഇത് 10 പേര് നിന്റെ വീഡിയോ കണ്ടു, പിന്നീട് അവർ റിപ്പീറ്റ് ചെയ്ത് നീ എന്ത് പറഞ്ഞെന്ന് കാണാൻ വരത്തില്ലല്ലോ. ആ സമയത്ത് പറഞ്ഞ കാര്യമില്ല, അല്ലെങ്കിൽ നീ അതിന് മാപ്പ് എഴുതിയിടണം. ഒരു ഒന്തോ എഴുതിയിടാറില്ല, അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് അങ്ങ് പോകും. വളരെ നിസ്സാരമായിട്ട് അതങ്ങ് ഇഗ്നോർ ചെയ്യും. പക്ഷെ ആ പറഞ്ഞ വേർഡിലുണ്ടല്ലോ കാര്യം. അത് ഞാൻ ചെയ്തതൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ മിസ്റ്റേക്ക് ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്ത് പൊക്കൃത്തരോ അങ്ങ് പറയാം. ഇത്രയും കാലങ്ങൾ ഇപ്പം ജാമ്യതയുടെ ഇഷ്യൂ ഞാൻ നടക്കുന്ന സമയത്ത് എനിക്കെതിരെ ഒരു വീഡിയോ അവൻ ഒന്നും അന്വേഷിച്ചില്ല. ഞാൻ കൊടുത്ത FIR ഞാൻ അവൻ അയച്ചു കൊടുത്തു, അവനത് പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതെന്താ? എനിക്ക് FIR ഇട്ടിട്ടില്ല, ഞാൻ FIR റിപ്പോർട്ട് ഉൾപ്പെടെ കൊടുക്കുന്നത്. എന്തുകൊണ്ട് അവനത് ഇടാൻ പറ്റുന്നില്ല? അത്രയേ ഉള്ളൂ. അതാണ് അവന്റെ മീഡിയ പ്രവർത്തനം. ഇപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഒരാള് FIR ഇട്ടു, എനിക്കെതിരെ FIR അല്ല, പിന്നെ പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, കോടതിയിൽ കൊണ്ടുപോയി ഇത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ആണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ആ എക്സ്പ്ലനേഷൻ കഴിയണ്ടേ? അപ്പൊ ആ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു സംഗതി എടുത്ത് വെച്ച് അവൻ വാർത്ത ചെയ്യുകയാണ്. ശരി, അവൻ വാർത്ത ചെയ്തു, മറുവാർത്ത ഞാൻ കൊടുക്കുകയാണല്ലോ. ഇവിടെ FIR ഇട്ടു ജാമ്യതയ്ക്കെതിരെ, എന്നെ പറഞ്ഞു ഒന്നും പറഞ്ഞോണ്ട് എന്നെ മോശം പറഞ്ഞു ഒന്നും ഇതില്ല എന്നും അവൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ജാമ്യത പറഞ്ഞാൽ ശരിയെന്നല്ലേ അവൻ പറഞ്ഞ വാർത്തയുടെ അടിസ്ഥാനം. അതിനകത്ത് വ്യക്തമായി 69 ദിവസം ഞാൻ ജയിലിൽ കിടന്നു, ഞാൻ പെൺവാണിഭക്കാരിയാണെന്നും ഞാൻ പുറത്തെന്തോ വർക്ക് പോയെന്നും പിന്നെ ചാരപ്രവർത്തകയാണെന്നൊക്കെയാണ് ആ പെണ്ണുമ്പള പറഞ്ഞത്. അപ്പൊ അത് ശരി വെച്ചുകൊണ്ട് ഇവൻ വീഡിയോ ചെയ്യാണ്. എനിക്ക് ബാധിക്കത്തില്ലേ? ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്ത മിനിറ്റിൽ അവർ FIR ഇട്ട് തന്നു. എന്നെ പറ്റി അത്രയും മോശം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ സെക്ഷൽ റിലേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആ സ്ത്രീ പറഞ്ഞതിനാണ് അവൻ സപ്പോർട്ട് പറഞ്ഞത്. അപ്പൊ ഇവൻ ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണെന്ന് ആലോചിച്ചു. ഈ റബ്ബ് സത്യം, എൻ്റെ നേർക്ക് നേരെ ഇവനെ കിട്ടിയാലും ഇവനെ അടിച്ച് ഞാൻ പൊട്ടിക്കും, ഒരു തർക്കവും വേണ്ട. ഈ ഷാജനെ എൻ്റെ നേർക്ക് കിട്ടി ഇതിനകത്ത് കൊലക്കുയറ്റം വന്നാലും ചാരമല്ല, ഇവനെ ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും, തർക്കമേ വേണ്ട. അത്ര പോക്കൃത്തരം പാടില്ല. അല്ലെങ്കിൽ 2 ഭാഗവും കേൾക്കണം. അതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വശം കേട്ടാൽ മറുവശവും കൂടെ കേൾക്കും, മറുവശം കേൾക്കും. ഇനിയിപ്പോൾ അവർക്ക് പിണങ്ങിയാലും ദേഷ്യം വന്നാലും മറുവശവും നമ്മൾ പബ്ലിസിറ്റി ചെയ്യും. 2 വശവും നമ്മൾ കേൾക്കും, ഒരു വശം മാത്രമായിട്ട് അഡമൻ്റായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. ഫേക്കായ ന്യൂസ് പറയുന്ന എല്ലാ അമരാവതി മക്കൾക്കും ഇതുപോലെ നടു റോട്ടിലിട്ട് അടി കൊടുക്കണം. ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ജെന്യൂറ്റി ഉണ്ട്, എത്തിക്സ് ഉണ്ടാകണം. കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ പബ്ലിക്ക് കൊടുക്കുന്ന ഒരു തെറ്റുമില്ല, അതിനകത്ത് ഒരു ക്രൈമുമില്ല. അതേസമയം അത് ഫേക്ക് ആണെങ്കിൽ ഞാൻ അറിഞ്ഞത് ഫേക്ക് ആയിരുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ചെയ്യാത്ത നാറികൾക്ക് നടുറൊട്ടി പൊട്ടീര് തന്നെ കിട്ടണം. ഈ ഒരു കാര്യത്തിൽ തനിക്കും കിട്ടണോടോ 2 പൊട്ടീര്, അപ്പോഴേ താനും പഠിക്കുകയുള്ളൂ. താൻ എന്ത് പോക്കൃത്തരായിരുന്നു പറയണേ? പിന്നെ എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിച്ചാൽ ഇനി വിഷയം വേറെ ആയിരിക്കും.